നസറേനായ യേശുവിൻ്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിങ്ങനെ ആദ്യകാല വിവരണങ്ങളിലൊന്ന് ലൂക്കോസ് എന്ന വ്യക്തിയാണ് എഴുതിയത്. അത് ലൂക്കോസിന്റെ സുവിശേഷമാണെന്ന് നമുക്കറിയാം. എന്നാൽ ലൂക്കോസ് 2-ാം വാല്യത്തിൽ ആ കഥ തുടരുന്നു. ഇതിനെ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് വിളിക്കുന്നു. തന്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു തുടർന്നും ചെയ്തതായ കാര്യങ്ങളെല്ലാമാണ് ഇതിന്റെ ഉള്ളടക്കം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആരംഭിക്കുന്നത് ഉയിർത്തെഴുന്നേറ്റ യേശുവിനോടൊപ്പം ഇരിക്കുന്ന ശിഷ്യന്മാരിൽ നിന്നാണ്. അത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഉയിർത്തെഴുന്നേറ്റ യേശു തന്റെ വിചിത്ര രാജ്യത്തെക്കുറിച്ചും തന്റെ മരണപുനരുത്ഥാനത്തിലൂടെ ആരംഭിച്ച പുതിയ സൃഷ്ടിയെക്കുറിച്ചും അവൻ അവരെ ആഴ്ചകളോളം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് ആവേശകരമായ കാര്യമാണ്. ശിഷ്യന്മാർ ഇത് ലോകത്തോട് അറിയിക്കുവാൻ തയ്യാറാണ്. എന്നാൽ പുതിയ ശക്തി ലഭിക്കുന്നതുവരെ യെരുശലേമിൽ താമസിച്ച് കാത്തിരിക്കുവാൻ യേശു അവരോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് യേശുവിനും അവന്റെ രാജ്യത്തിനും വിശ്വസ്ത സാക്ഷികളാകുവാൻ ഇടയാകും. പിന്നെ അവൻ പറഞ്ഞത്, അവരുടെ ദൗത്യം യെരുശലേമിൽ ആരംഭിക്കുകയും തുടർന്ന് യഹൂദിയയിലേക്കും ശമര്യയിലേക്കും അവിടെ നിന്ന് രാഷ്ട്രങ്ങളിലേക്കും വ്യാപിക്കും. ഇത് അപ്പോസ്തല പ്രവൃത്തികൾക്ക് മുഴുവനായുള്ള ഒരു റോഡ് മാപ്പ് ആണ്. അതിനുശേഷം ശിഷ്യന്മാർ യേശുവിനെ സകല സൃഷ്ടികൾക്കും രാജാവായി വാഴിക്കപ്പെട്ടവനായി കണ്ടു. അതിനാൽ ഈ ശക്തി എപ്പോഴാണ് വരാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ ശിഷ്യന്മാർ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെന്തക്കോസ്തിന്റെ സമയം വന്നു. ഇത് ഇസ്രായേല്യരുടെ ഒരു പുരാതന ഉത്സവമാണ്. വേനൽക്കാലത്തിന്റെ ആരംഭത്തിലാണ് ഇത് നടക്കാറുള്ളത്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് യഹൂദ തീർത്ഥാടകർ യെരുശലേമിലേക്ക് മടങ്ങി വരുമായിരുന്നു. അങ്ങനെ ഈ വ്യത്യസ്ത ഭാഷാ സംസ്കാരങ്ങളിലുള്ള ആളുകൾ നഗരത്തിൽ കണ്ടുമുട്ടുന്നു. ശിഷ്യന്മാർ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കൊടിയ കാറ്റിനാലും അഗ്നിയാലും നിറഞ്ഞു. അഗ്നിനാളങ്ങൾ അഗ്നിനാവുകളായി ആളുകളുടെ തലയ്ക്കു മുകളിൽ നിന്നു. എന്താണിതൊക്കെ? ലൂക്കോസ് ഇവിടെ പഴയ നിയമത്തിലെ ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയത്തെ സ്പർശിക്കുകയാണ്. സീനായ് പർവ്വതത്തിൽ ഇതുപോലെ ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അവൻ ഇസ്രായേലുമായി ഒരു ഉടമ്പടി ചെയ്ത് അവർക്ക് 10 കൽപ്പനകൾ നൽകി. പിന്നീട് ദൈവം അവരുടെ മധ്യേ വസിക്കുവാൻ വന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഒരു അഗ്നിസ്തംഭമായി വന്ന് സമാഗമന കൂടാരത്തെ നിറച്ചു. എന്നാൽ ആ അഗ്നിസ്തംഭം ഒരെണ്ണം മാത്രമായിരുന്നു, അനേക എണ്ണം ഇല്ലായിരുന്നു. ശരിയാണ്. ലൂക്കോസ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ആലയത്തിന്മേലുള്ള ദൈവത്തിന്റെ വ്യക്തിപരമായ സാന്നിധ്യമാണ്. ഇസ്രായേലിന്റെ പ്രവാചകന്മാർ പ്രവചിച്ചതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണത്. ഇപ്പോൾ അത് യേശുവിന്റെ ശരീരമെന്ന, അതായത് അവന്റെ ജനമാകുന്ന പുതിയ ആലയത്തിൽ വസിക്കേണ്ടതിന് വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ ദൈവം വസിക്കുന്നതായ സഞ്ചരിക്കുന്ന ചെറിയ ആലയങ്ങളായി മാറിയിരിക്കുന്നു. അവർ യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ തങ്ങൾക്ക് മുമ്പ് അറിയാത്ത ഭാഷകളിലാണ് അവർ സംസാരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാ സന്ദർശകർക്കും അവ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇതൊക്കെ എന്താണ്? അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള ഇസ്രായേലിന്റെ പ്രതീക്ഷകളുടെ പൂർത്തീകരണമാണ് ഇതെന്ന് വിശദീകരിക്കുന്നു. ലോകത്തിൽ സമാധാനവും നീതിയും കൊണ്ടുവരുവാൻ അബ്രഹാമിന്റെ ഏകീകൃത കുടുംബത്തെ ഉപയോഗിക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ ഇസ്രായേൽ ഗോത്രങ്ങൾ പ്രവാസികളായി ചിതറപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ പെന്തക്കോസ്തിൽ എല്ലാ ഗോത്രങ്ങളുടെയും പ്രതിനിധികൾ വീണ്ടും ഒന്നിച്ച് വന്നിരിക്കുന്നു. തങ്ങളുടെ മശിഹയെ കുരിശിൽ മരിച്ച് ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ അവർക്കായി നൽകിയിരിക്കുന്നതിനാൽ ഇപ്പോൾ അവർക്ക് ഇസ്രായേലിന്റെ പുനരുദ്ധരിക്കപ്പെട്ട ജനമായി തീരുവാൻ കഴിയും. മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ അനുഗമിക്കുവാൻ ആരംഭിച്ചു. ഇത് ലൂക്കോസിന്റെ 2 ആലയങ്ങളെക്കുറിച്ചുള്ള കഥയിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഹെരോദാവ് യെരുശലേമിൽ പണിതതും മറ്റു ഇസ്രായേല്യരെ പോലെ യേശുവിന്റെ ശിഷ്യന്മാർ ആരാധിച്ചിരുന്നതുമായ ആലയവും, അതുപോലെ ഇപ്പോൾ ഇവിടെ മനുഷ്യർ ഉൾപ്പെടുന്ന യേശുവിന്റെ ആലയവും ഉണ്ട്. യെരുശലേമിലെമ്പാടും ഭവനങ്ങളിലാണ് ഈ ആലയം കൂടി വന്നത്. അവർ തികച്ചും വ്യത്യസ്തമായ പുതിയ രീതിയിലാണ് ജീവിതത്തെ സമീപിച്ചത്. ശരിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ തീർത്ഥാടകരിൽ പലരും യെരുശലേമിൽ നിന്നുള്ളവർ പോലുമല്ല. എന്നാലും അവർ ഇത്തരം പുതിയ കുടുംബങ്ങൾ രൂപീകരിക്കുകയും എല്ലാവരും പരസ്പരം ആശ്രയിക്കുകയും ചെയ്തു. അതെ, ആളുകൾ അവരുടെ വസ്തുക്കൾ വിറ്റ് അവരുടെ ഇടയിലുള്ള പാവങ്ങൾക്ക് നൽകുമായിരുന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവർ തങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനകൾ ഒരുമിച്ച് ചെയ്തു. യേശു ലോകത്തിന്റെ യഥാർത്ഥ രാജാവാണെന്ന പോലെ ജീവിക്കുകയെന്നതിന്റെ അർത്ഥം എന്താണെന്ന് അവർ അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിക്കുകയായിരുന്നു. അത് സന്തോഷകരമായിരുന്നിരിക്കണം. എന്നാൽ ഇതൊന്നും കളിതമാശകൾ ആയിരുന്നില്ല. പഴയ നിയമത്തിലെന്ന പോലെ ദൈവാലയം ഗൗരവമേറിയ ഒന്നാണ്. ആലയത്തിൽ വച്ച് ദൈവത്തെ നിന്ദിച്ച 2 പുരോഹിതന്മാർ പെട്ടെന്ന് മരിച്ചുപോയ ലേവ്യ പുസ്തകത്തിലെ വിചിത്രമായ കഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഈ പുതിയ ആലയത്തിൽ ദൈവത്തെ നിന്ദിക്കുന്ന 2 ശിഷ്യരുടെ സമാനമായ ഒരു കഥ ലൂക്കോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവർക്കും സമാനമായ ഒരു വിധി തന്നെ വന്നു ഭവിക്കുന്നു. അപ്പോൾ ആ സമൂഹത്തിലും അഴിമതിയുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. അതെ, ഇത് ആ മറ്റേ ആലയത്തിൽ നിന്നുമായിരുന്നു.
അതിന്റെ നേതാക്കൾക്ക് ഈ പുതിയ മശീഹ പ്രസ്ഥാനം ഭീഷണിയായി. അതുകൊണ്ട് അവർ അപ്പോസ്തലന്മാരെ ബന്ധിച്ച് അവരെ തടയാൻ ശ്രമിക്കുന്നു. ഇത് യെരൂശലേമിലുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ വിവരണത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. സ്തെഫാനോസ് എന്ന ഒരു പുതിയ ശിഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഓ അതെ, സ്തെഫാനോസ് അയാൾ ഒരു തീഷ്ണതയുള്ളവനായിരുന്നു. ദരിദ്രരെ സേവിക്കുന്ന കാര്യത്തിൽ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് വന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. യേശുവിന്റെ മാർഗത്തെപ്പറ്റി ജനങ്ങളെ പഠിപ്പിക്കാൻ അദ്ദേഹം ദൈവാലയമുറ്റത്ത് പോകുമായിരുന്നു. ആലയ നേതാക്കൾ സ്തെഫാനോസിനെ മോശയെ അപമാനിക്കുന്ന, ദൈവാലയത്തിനെതിരായി വാദിക്കുന്ന തീവ്രവാദിയാണെന്ന് വ്യാജ സാക്ഷികളെ കൊണ്ട് പറയിപ്പിച്ച് അവനെ പിടികൂടി ബന്ധിച്ചു. അതിനു മറുപടിയായി ഈ സാഹചര്യങ്ങളുടെ പ്രസക്തി എത്രമാത്രമായിരുന്നു എന്നതിനെപ്പറ്റി സ്തെഫാനോസ് ഒരു ശക്തമായ പ്രസംഗം നടത്തുന്നു. ശരിയാണ്. അവൻ പഴയ നിയമകഥ മുഴുവനായും വിശദീകരിച്ചുകൊണ്ട് യോസേഫ്, മോശ, പ്രവാചകന്മാർ തുടങ്ങിയ സ്വന്തം ജനത്താൽ നിരന്തരം അവഗണിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത കഥാപാത്രങ്ങളെ ഉയർത്തിക്കാട്ടുന്നു. ഇസ്രായേൽ നൂറ്റാണ്ടുകളായി ദൈവത്തിന്റെ പ്രതിനിധികളെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ യേശുവിനെയും ഇപ്പോൾ അവന്റെ അനുയായികളെയും അവർ നിരസിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നിരാകരിക്കുന്നത്. അവർ കോപിഷ്ഠരായി കല്ലുകളെടുത്ത് അവനെ കൊല്ലുവാൻ എറിഞ്ഞു തുടങ്ങി. അവൻ മരണത്തോടടുത്തപ്പോൾ മറ്റുള്ളവരുടെ പാപങ്ങൾ നിമിത്തം കഷ്ടമനുഭവിക്കുവാൻ യേശുവിന്റെ മാർഗത്തിലേക്ക് തന്നെത്താൻ സമർപ്പിക്കുന്നു. കർത്താവേ, അവർക്കെതിരെ ഈ പാപം നിർത്തരുതേ എന്ന് അവനും നിലവിളിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ മരണസമയത്ത് യേശു പറഞ്ഞതും ഇതുതന്നെയാണല്ലോ. ശരിയാണ്. യേശു പ്രസ്ഥാനത്തിന്റെ വരുവാനുള്ള അനേക രക്തസാക്ഷികളിൽ ആദ്യത്തേതായി സ്തെഫാനോസ് മാറി. എന്നാൽ ഈ പീഡനത്തിൽ പ്രതീക്ഷയുടെ വിത്തുകൾ അടങ്ങിയിരുന്നു. അതിനാലാണ് ലൂക്കോസ് ഇവിടെ മതനേതാവായ ശൗൽ എന്ന ഒരു പുതിയ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നത്. അവൻ സ്തെഫാനോസിന്റെ മൃതദേഹത്തിന് കാവൽ നിൽക്കുകയും മാത്രമല്ല സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. അല്ല, ശൗലോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോസ്തലനായിത്തീർന്ന പൗലോസിനെയാണോ? അതെ. ഈ ദാരുണമായ കൊലപാതകത്തിന് പോലും യേശുവിന്റെ രാജ്യത്തിന് തടയിടുവാൻ കഴിയാഞ്ഞത് എങ്ങനെയെന്ന് ലൂക്കോസ് കാണിക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട അനേകം ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്ന് ചിതറപ്പെട്ട് യേശു പറഞ്ഞതുപോലെ യഹൂദിയയിലേക്കും ശമര്യയിലേക്കും കടന്നുപോകുന്നു. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിന്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ അടുത്ത ഭാഗം.